വചനസന്ധ്യ വചനസന്ധ്യ വചനസന്ധ്യ. യേശു എന്ന മഹാദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനസന്ധ്യയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജീവന്റെ വചനം യേശു സാക്ഷീകരിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 6-ാം വാക്യം, അവിടെ വിശ്വാസഹീനതയിൽ അവൻ അത്ഭുതപ്പെട്ടു. വിശ്വാസമാണ് ദൈവമുണ്ടെന്നും അവനോട് പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരമരുളുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആ മനുഷ്യഹൃദയങ്ങളെത്രേ, മനസ്സുകളെത്രേ അവനിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു എന്നോർപ്പിക്കുകയും. ഇവിടെ ജീവന്റെ വചനം ഓർപ്പിക്കുന്നത് യേശുവിനെ പറ്റി അവൻ അത്ഭുതം കാണിച്ചിട്ട്, മുടന്തനെ നടത്തിയിട്ട്, തളർവാദ രോഗിയെ നടത്തിയിട്ട്, കണ്ണില്ലാത്തവന് കണ്ണു കൊടുത്തിട്ട്, ചെവിയില്ലാത്തവന് ചെവി കൊടുത്തിട്ട്, ഊമനെ സംസാരിക്കാൻ ശക്തി കൊടുത്തവൻ, മരിച്ചവനെ ഉയർപ്പിച്ചവൻ. ഇതെല്ലാം കണ്ടിട്ടും ഇതനുഭവിച്ചറിഞ്ഞ ജനത പറയുകയാണ്, ഇവന്റെ അപ്പനെയും അമ്മയെയും നമ്മൾ അറിയുന്നില്ലേ? ഇവന്റെ സഹോദരിയും സഹോദരന്മാരും നമുക്കറിയില്ലേ? ഇവൻ എവിടെ നിന്ന് ഈ ജ്ഞാനവും ഈ അത്ഭുത ശക്തിയും കിട്ടിയെന്ന് ചോദിക്കുക. അവിടെയാണ് യേശു പറയുന്നത്, അവരുടെ വിശ്വാസഹീനതയിൽ അവൻ അത്ഭുതപ്പെട്ടു. ആയതുകൊണ്ട് അവനവിടെ പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. ഇവിടെ നമ്മളോട് സാക്ഷീകരിക്കുന്നു, അവനുള്ള വിശ്വാസമാണ് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ കാരണം. AD 312 കോൺസ്റ്റന്റീൻ രാജാവ് മിലിവിൻ യുദ്ധത്തിലെ പരാജയത്തിന്റെ പാതയിൽ നിന്നപ്പോൾ അത്ഭുതകരമായി ആകാശത്ത് വലിയ പ്രകാശത്തില് കുരിശ് കാണപ്പെട്ടു. കുരിശിൽ നിന്ന് ദൈവശബ്ദം ഇങ്ങനെ പറഞ്ഞു, ഈ അടയാളത്താൽ നീ വിജയിക്കുമെന്ന്. അപ്പോൾ തന്നെ അതിൽ വിശ്വസിച്ചു. അപ്പോൾ തന്നെ അദ്ദേഹം ഗ്രീക്ക് ഭാഷയിൽ ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തു എന്നതിന് 2 അക്ഷരം, ചീറോ എന്ന വാക്ക് എല്ലാ പട്ടാളക്കാരുടെയും ഷീഡില് പതിച്ച് മുദ്ര കുത്തി കൊടുത്തുകൊണ്ട് ധീരതയോടെ ആ ദൈവശബ്ദത്തിൽ വിശ്വസിച്ചുകൊണ്ട് യുദ്ധത്തിന് പോയി അത്ഭുതകരമായി വിജയിക്കുകയും മിലാൻ എഡിക്റ്റോടുകൂടി ഇത്രയും നൂറ്റാണ്ടുകാലം യേശുവിനെ ക്രൂശിൽ തറച്ചവരും അവിടുത്തെ പിൻതലമുറയും അവനെ കളിയാക്കി ക്രൂശിൽ തറച്ച കരങ്ങള് അവന്റെ മുന്നിൽ മുട്ടുകുത്തിക്കൊണ്ട് യാചിക്കുന്ന അനുഭവം. അങ്ങനെ ക്രിസ്ത്യാനിറ്റിക്ക് മിലാൻ എഡിക്റ്റോടുകൂടി സ്വാതന്ത്ര്യം കൊടുത്തു. ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിന്, ഈ സമാധാനത്തിന് കാരണം അന്ന് കോൺസ്റ്റന്റീൻ രാജാവ് യേശുവിൻ ശബ്ദം, ഈ കുരിശിനാൽ നീ വിജയിക്കും. ഇന്നും ആ കുരിശിലേക്ക് നോക്കിയവരെല്ലാം പ്രകാശിതരായി എന്നോർപ്പിക്കുകയാണ്. തലകൾ വണക്കി പ്രാർത്ഥിക്കാം. യേശു എന്ന ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട നിന്റെ കുരിശില് നോക്കി ഞങ്ങളുടെ ഭവനങ്ങളും ഞങ്ങളുടെ വ്യക്തികളും കുടുംബങ്ങളും രാഷ്ട്രങ്ങളും നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഈ പ്രകാശിതമായ കുരിശ്, ആ വിശ്വാസം രക്ഷിക്കട്ടെ നാഥ. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വചനസന്ധ്യ.